ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PSCയുടെ തുളസി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്നുള്ളത് നമുക്ക് ഏറ്റവും തീർന്ന് നോക്കാം. ഏറ്റവും ആദ്യം വന്നുള്ള നമ്മൾ മുന്നേ വീഡിയോ ചെയ്ത പോലെ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആണ് ഇലക്ട്രീഷ്യൻ. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. SC ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ അവിടെ കാറ്റഗറി നമ്പർ 544 ഉണ്ട്, 545 ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 37,400 തൊട്ട് 79,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ മുന്നത്തെ പ്രീവിയസ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്. അത് കാണാത്താണെങ്കിൽ അത് പോയി കാണാം. അപ്പൊ അതില് നമുക്ക് രണ്ട് മെത്തേഡ് ആണ് ഉള്ളത്. ഒന്ന് നമ്മളെ ബൈ ട്രാൻസ്ഫർ, അതായത് നമ്മുടെ SC, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ക്വാളിഫൈഡ് പേഴ്സണിന്റെ സൈഡിൽ നിന്ന് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. രണ്ടാമത്തെ എന്താ, ഇൻ ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ് അണ്ടർ ദി ഐറ്റം 1 അബോ, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ആയിരുന്നു ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം 3 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, അപ്പൊ അതിന് 545 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അപ്പൊ അതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സിലാണ് അവിടെ ഏജ് ലിമിറ്റ്. കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എന്താ, 3 years ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ റിലേറ്റഡ് ട്രേഡ് ഫ്രം ദി പോളിടെക്നിക് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരള ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അതാണ് അവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിന്റെ ഇക്വലൻസ് നോക്കുമ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ വേണ്ടി പറ്റും, BTech കഴിഞ്ഞവർക്ക് അപ്ലൈ വേണ്ടി പറ്റും, എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റും, MTech കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇക്വലൻസ് വെച്ചിട്ട് എന്താ, നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ജനുവരി 14 തീയതിയാണ് കേട്ടോ. ജനുവരി 14 അർദ്ധരാത്രിക്കുള്ളിൽ എന്ത് ചെയ്യാം, നിങ്ങളത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ. 544/2025 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. ഓക്കെ, 545/2025 കാറ്റഗറി നമ്പർ. ഇനി ഇപ്പുറത്തെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 556/2025 കാറ്റഗറി നമ്പർ. സ്കെയിൽ ഓഫ് 25 800 തൊട്ട് 59 300 വരെയാണ്. ആൻസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്, പിന്നെ NTC ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ, പിന്നെ അവിടെ വയർമാൻ ലൈസൻസും കൂടി അവരവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വയർമാൻ ലൈസൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഇക്വലൻസി നോക്കുമ്പോൾ ഈ ഒരു NTC പറഞ്ഞില്ലേ, അതായത് NTC ഇലക്ട്രീഷ്യൻ ഓർ വയർമാന് ഇക്വലന്റ് ആയിട്ട് എന്തുണ്ട്, ITI ITC അതേപോലെ NAC NTC ഡിപ്ലോമ BTech എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, NTC ഇലക്ട്രീഷ്യന് ക്വാളിഫിക്കേഷൻ ആയിട്ട് അതിന് ഇക്വലന്റ് ആയിട്ട് ഈ സെക്കൻഡ് പോയിന്റ് ഇക്വലന്റ് ആയിട്ട് എന്തുണ്ട്, BTech ഡിപ്ലോമ എല്ലാം വരുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ, ഒരു വയർമാൻ ലൈസൻസ് എന്ന് പറയുന്നത് കമ്പൾസറി ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ നോക്കി നോക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ വയർമാൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ തുളസിയുടെ വെബ്സൈറ്റിൽ കയറുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം പറയാനുണ്ട്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ലൈസൻസിൽ ചെറിയൊരു നോട്ടും കൂടി ചെയ്യാനുണ്ട്, അത് ഞാൻ പറയാം. ഇത് നമുക്ക് ജനുവരി മാസം 14 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ട്രെയിനിങ് ഇൻസ്ട്രക്ടറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതില് നമ്മുടെ അവിടെ ടെസ്റ്റ്, നിങ്ങളെ ഇപ്പം പ്രൊബേഷനൊക്കെ സമയത്ത് കണ്ടില്ലേ, എ കാൻഡിഡേറ്റ് അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ് ഷാൾ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് പ്രൊബേഷൻ പാസ് ഓഫ് ദി ഫോളോയിങ് ടെസ്റ്റ് അൺലസ് ഹി ഹാസ് ഓൾറെഡി പാസ് ദീസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, അക്കൗണ്ട് ടെസ്റ്റ്, ഹാൻഡ് ബുക്ക് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഇപ്പം തൽക്കാലം 2 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.